Welcome to Commerce World. Calicut University first semester mcom Advanced Management Accounting എന്ന സബ്ജക്റ്റ് ഇട്ട ഫോർത്ത് മൊഡ്യൂളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. സോ ഈ ചാപ്റ്ററിലാണ് നമ്മൾക്ക് കൂടുതൽ പ്രോബ്ലംസ് വരുന്നതും. സോ ഇതിൽ തന്നെ നമ്മൾക്ക് അതേപോലെ തന്നെ നമുക്ക് തിയറീസും വരുന്നുണ്ട്. സോ ഇതിൽ വന്നിട്ട് പ്രോബ്ലംസും തിയറീസും രണ്ടും ഒരേ രീതിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, രണ്ടും പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം വരുന്നതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്. സോ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ടെക്നിക് യൂസസ് സ്റ്റാൻഡേർഡ് ഫോർ കോസ്റ്റ് ആൻഡ് റവന്യൂ ഫോർ ദ പേർപ്പസ് ഓഫ് കൺട്രോൾ ത്രൂ വേരിയൻസ് അനാലിസിസ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ്സ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ഈച്ച് എലമെന്റ്സ് ഓഫ് കോസ്റ്റ് എന്നുകൂടിയാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് പറയുന്നത്. ദെൻ അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ ഡിഫറൻസസ് അതൊക്കെ പറയുന്നുണ്ട്. അത് ജസ്റ്റ് എന്താന്നുള്ളത് മാത്രം നോക്കുക. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്താന്ന് പഠിക്കുക, പിന്നെ മറ്റുള്ളത് വന്നിട്ട് അതിന്റെ ഡിഫറൻസും ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് എന്താന്നുള്ളത് നോക്കി പോകുക. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് അഡ്വാൻറ്റേജസ്. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് കൺട്രോളിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഒരു വാല്യബിൾ എയ്ഡ് ആണ് മാനേജ്മെന്റിന്, പെർഫോമൻസ് മെഷർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പിന്നെ മാനേജ്മെന്റ് എക്സംഷൻ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ക്വിക്ക് റിപ്പോർട്ടിങ്ങിനും റിസോഴ്സസ് യൂട്ടിലൈസേഷനും എക്കോണമിക്കും കോർഡിനേഷനും ഇൻവെന്ററി വാല്യുവേഷനും അതേപോലെ തന്നെ അതോറിറ്റിയുടെ ഡെലിഗേഷനും പിന്നെ കോസ്റ്റ് കോൺഷ്യസ്നസിനും മോട്ടിവേഷനും പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് നമ്മളുടെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് വന്നിട്ട് നമ്മൾക്ക് യൂസ്ഫുൾ ആണ്. പിന്നെ വന്നിട്ട് വരുന്നതാണ് നമ്മളുടെ ലിമിറ്റേഷൻസ്. ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് ഇതിന്റെ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക എന്നുള്ളത് ഡിഫിക്കൽട്ടാണ്. പിന്നെ വന്നിട്ട് റിവിഷൻസ് ചെയ്യണത് നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് റിവിഷൻസ് ചെയ്യണതായിട്ട് വരും. അങ്ങനെ എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു കാര്യം ചെയ്തു പോകുക എന്നുള്ളതും കുറച്ച് സമയം എടുത്ത് ചെയ്തു പോകുക എന്നുള്ളതും രണ്ട് ഡിഫറൻസ് ഉണ്ടല്ലോ. സോ അതെന്ന് പറയുന്ന ഒരു ലിമിറ്റേഷൻ ആണ്. എല്ലാ ഓർഗനൈസേഷനും എല്ലാ ഇൻഡസ്ട്രിക്ക് ഇത് സ്യൂട്ടബിൾ അല്ല, കോസ്റ്റ്ലി ആണ്, ഫെയിലിയേഴ്സ് വരാൻ ചാൻസസ് ഉണ്ട്, ലേബർ പ്രോബ്ലം ഉണ്ട്, അതേപോലെ തന്നെ കോർപ്പറേഷൻസ് ലെവൽസ് വന്നിട്ട് നമുക്ക് കൂടുതൽ വേണം, പിന്നെ അതേപോലെ തന്നെ മോറൽ എഫക്റ്റ് വന്നിട്ട് അഡ്വേഴ്സ് ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് അതിന്റെ ലിമിറ്റേഷൻസ്. പിന്നെ അതിന്റെ സ്റ്റെപ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് വന്നിട്ട് നമ്മളുടെ കോസ്റ്റ് സെന്റർ വന്നിട്ട് ആദ്യം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക. നമ്മുടെ കോസ്റ്റ് സെന്റർ ഏതാണ് അത് വന്നിട്ട് നമ്മൾ ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്യുക. എങ്ങനെയാണ് നമ്മുടെ ലൊക്കേഷനോ പേഴ്സണോ അല്ലെങ്കിൽ മറ്റുള്ള കോസ്റ്റ് എന്നുള്ളത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക. പിന്നെ വന്നിട്ട് നമ്മളുടെ ക്ലാസിഫിക്കേഷനും ക്വാളിഫിക്കേഷനും ചെയ്യുക. പിന്നെ വന്നിട്ട് നമ്മുടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ലൈക്ക് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ആ പ്രൊഡക്റ്റ് വന്നിട്ട് ഒരു ബേസിസ് ക്ലാസിഫിക്കേഷൻ ചെയ്തു, പിന്നെ വന്നിട്ട് അതിൻ്റെതായിട്ടുള്ള ഒരു കോഡിഫിക്കേഷൻ നടത്തുക, പിന്നെ വന്നിട്ട് അതിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക. അപ്പോൾ വന്നിട്ട് നമ്മുടെ പ്രൊഡക്റ്റിൽ വന്നിട്ട് സ്റ്റാൻഡേർഡ് നമ്മൾ 1000 പ്രൊഡക്റ്റ് വന്നിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തു, അങ്ങനെയുള്ള ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക, എസ്റ്റാബ്ലിഷ് ചെയ്യുക. പിന്നെ വന്നിട്ട് അതിന്റെ ആക്ച്വൽ കോസ്റ്റ് എത്രയോ അതും കൂടി അസർട്ടൈൻ ചെയ്യുക. പിന്നെ വന്നിട്ട് ആക്ച്വലും നമ്മുടെ സ്റ്റാൻഡേർഡും തമ്മിൽ വന്നിട്ട് കമ്പാരിസൺ ചെയ്യുക. പിന്നെ അതിലൂടെ വന്നിട്ട് ഒരു അനാലിസിസ് നടത്തുക. പിന്നെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് എടുക്കുക. ഇതാണ് ഇതിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, 7 സ്റ്റെപ്പ്. ആദ്യം വന്നിട്ട് സെന്റർ വന്നിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക, പിന്നെ ക്ലാസിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ ചെയ്യുക, പിന്നെ സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, പിന്നെ വന്നിട്ട് ആക്ച്വൽ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുക, പിന്നെ കമ്പയർ ചെയ്യുക സ്റ്റാൻഡേർഡും ആക്ച്വലും തമ്മിൽ, പിന്നെ അനാലിസിസ് വേരിയൻസ് കൊണ്ടുവരിക, പിന്നെ വേരിയൻസിന് വന്നിട്ട് അനാലിസിസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ടൈപ്സ്. ടൈപ്സ് എന്ന് പറയുന്നത് ഒന്ന് വന്നിട്ട് ബേസിക് സ്റ്റാൻഡേർഡ് ആണ്. ബേസിക് സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലോങ് പീരിയഡിലോട്ട് സെറ്റ് ചെയ്യുന്നതാണ് ബേസിക് സ്റ്റാൻഡേർഡ്സ്. കറന്റ് സ്റ്റാൻഡേർഡും ഡെവലപ്പ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മൾ ഫിക്സഡ് ഓർ സ്ട്രാറ്റജിക് ഓർ ബഡ്ജറ്റഡ് സ്റ്റാൻഡേർഡ് എന്ന് കൂടി പറയുന്നുണ്ട്. അതായത് നമ്മുടെ പർപ്പസ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പണി. പിന്നെ വന്നിട്ട് കറന്റ് സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉള്ള സ്റ്റാൻഡേർഡ് ഇപ്പം എന്താണോ അതിന്റെ ബേസിസിൽ ഫിക്സ് ചെയ്യുക. പിന്നെ ഐറ്റൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ലൈക്ക് നമ്മൾ 1 ഇയർ അങ്ങനെ വന്നിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നതാണ് നമ്മുടെ ഐറ്റൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. നമ്മൾ ഐറ്റൽ സ്റ്റാൻഡേർഡ് ഇസ് ഓൾസോ നോൺ ആസ് പൊട്ടൻഷ്യൽ സ്റ്റാൻഡേർഡ് എന്ന് കൂടി പറയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മുടെ എക്സ്പെക്റ്റഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ അറിയാലോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ്. പിന്നെ നോർമൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ലോങ് പീരിയഡ് കവർ ചെയ്യുന്ന പോലെ ഒരു ട്രേഡിംഗ് സൈക്കിളിനുള്ളിൽ നമ്മളൊരു നോർമൽ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് എന്നതാണ് ഇതിന്റെ പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് വന്നിട്ട് നമ്മൾ ഇതിന്റെ ഫാക്ടേഴ്സ് ഒക്കെ വന്നിട്ട് ആദ്യം സ്റ്റഡി ചെയ്യുക. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണോ ഈ സ്റ്റാൻഡേർഡിൽ വരുന്നത് ആ ഫാക്ടേഴ്സ് മൊത്തം സ്റ്റഡി ചെയ്യുക. പിന്നെ വന്നിട്ട് അതിൻ്റെതായിട്ടുള്ള ഒരു അപ്രോച്ച് വന്നിട്ട് സെറ്റ് ചെയ്യുക. ഒന്നില്ലെങ്കിൽ നമ്മുടെ എഞ്ചിനീയറിംഗ് അപ്രോച്ച് സെറ്റ് ചെയ്യുക, ലൈക്ക് നമ്മുടെ വർക്ക് സാമ്പിളിലൂടെയോ അല്ലെങ്കിൽ ലേണിംഗ് കർവിലൂടെയോ ഒരു എഞ്ചിനീയറിംഗ് അപ്രോച്ച് വന്നിട്ട് സെറ്റ് ചെയ്യുക. പിന്നെ വന്നിട്ട് ഒരു ഹിസ്റ്റോറിക്കൽ അപ്രോച്ച്, നമ്മുടെ പാസ്റ്റ് ഡേറ്റാസിന്റെ ബേസിസിൽ വന്നിട്ട് ഒരു ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് സെറ്റ് ചെയ്യുക. പിന്നെ വന്നിട്ട് നമ്മുടെ പ്രോഗ്രാമിംഗ്, അതായത് നമ്മുടെ പേഴ്സണൽ ജഡ്ജ്മെന്റ്സിലൂടെ ഒരു അപ്രോച്ച് സെറ്റ് ചെയ്യുക.
ഇതാണ് 3 അപ്രോച്ചസ്. ദെൻ തേർഡ് സ്റ്റെപ്പാണ് നമ്മുടെ എസ്റ്റാബ്ലിഷിംഗ് എ സ്റ്റാൻഡേർഡ് കമ്മിറ്റി. ഒരു സ്റ്റാൻഡേർഡ് കമ്മിറ്റി കോസ്റ്റ് അക്കൗണ്ടന്റിലൂടെ നമ്മുടെ മാനേജ്മെന്റ്സിനെ ഹെഡാക്കി വെച്ചിട്ട് നമ്മളൊരു സ്റ്റാൻഡേർഡ് കമ്മിറ്റി വന്നിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക. പിന്നെ വന്നിട്ട് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് മാനുവൽ ലൈക്ക് നമ്മുടെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് പോലെ ഒരു മാനുവൽ സെറ്റ് ചെയ്യുക. പിന്നെ വന്നിട്ട് നമ്മുടെ ഓരോ എലമെന്റ്സിന് വന്നിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് കൊടുക്കുക. ഒന്ന് വന്നിട്ട് നമ്മുടെ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള സ്റ്റാൻഡർഡൈസ്ഡ് പ്രൊഡക്റ്റ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, അതിൻ്റെ മെറ്റീരിയൽ സ്റ്റാൻഡേർഡ്, അതിൻ്റെ ബിൽ പ്രിപ്പറേഷൻസ്, അതിൻ്റെ എക്സ്പെരിമെന്റ്സ് അങ്ങനെയുള്ളതൊക്കെ സെറ്റ് ചെയ്യുക. പിന്നെ വന്നിട്ട് ഡയറക്റ്റ് ലേബർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, അതിൻ്റെ ടൈം, അതേപോലെ തന്നെ അതിൻ്റെ വർക്ക് മെത്തേഡ്, പിന്നെ അതിൻ്റെ ട്രയൽസ്, ടെസ്റ്റ് റൺസിൻ്റെ ട്രയൽസ് ഒക്കെ സെറ്റ് ചെയ്യുക. പിന്നെ വന്നിട്ട് നമ്മുടെ ഓവർഹെഡിന് വന്നിട്ട് പെർ യൂണിറ്റും ഡയറക്റ്റ് വേജസിന്റെ പെർ യൂണിറ്റും ഫിക്സഡ് ആൻഡ് വേരിയബിൾ ഓവർഹെഡിന്റെ പെർ യൂണിറ്റും ഇതൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്യുക. ഇതാണ് ഇതിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്ന കൺസെപ്റ്റ് ആണ് അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് പറയുന്നത് ഡിഫറൻസ് ഓർ ഡീവിയേഷൻ എന്നാണ് നമ്മുടെ വേരിയേഷന്റെ മീനിങ് എന്ന് പറയുന്നത്. സോ വേരിയേഷൻ ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് കമ്പാരബിൾ ആക്ച്വൽ കോസ്റ്റ് ഇൻകേർഡ് ഡ്യൂറിംഗ് ദ പീരിയഡ് എന്നുള്ളതാണ് നമ്മുടെ അനാലിസിസ് വേരിയൻസ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ടൈപ്സ് ഓഫ് ക്ലാസസ് ഓർ വേരിയൻസ് പറയുന്നുണ്ട്. ഒന്ന് വന്നിട്ട് നമ്മുടെ കോസ്റ്റ് വേരിയൻസും, പിന്നെ ഒന്ന് വന്നിട്ട് നമ്മുടെ സെയിൽസ് വേരിയൻസും. ഇതിനാണ് നമ്മൾക്ക് ഇനി പ്രോബ്ലം വരുന്നത്. ഓക്കെ, കോസ്റ്റ് വേരിയൻസും സെയിൽസ് വേരിയൻസും. അതിൽ കോസ്റ്റ് വേരിയൻസിൽ വന്നിട്ട് മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ് എന്നുള്ള 3 നമ്മൾക്ക് വരുന്നുണ്ട്. സോ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ളത് മൊത്തം പ്രോബ്ലം ആണ്. അതിന്റെ ബാക്കിൽ വന്നിട്ട് ഒരു 2 തിയറി പാർട്ട് വരുന്നുണ്ട്, അത് പറയാം. അതിൽ ആദ്യം വരുന്നത് വന്നിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് വേരിയൻസ് ആണ്. ഇൻവെസ്റ്റിഗേഷൻ ഓഫ് വേരിയൻസ് എന്ന് പറയുന്നത് കോസസ് ഓഫ് വേരിയൻസ് ദാറ്റ് ദ കറക്റ്റീവ് ആക്ഷൻസ് ക്യാൻ ബി ടേക്കൻ പ്രിവെന്റ് ദർ റിക്കറൻസ്. അതായത് വന്നിട്ട് ഇപ്പം എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു ഓർഗനൈസേഷനിൽ, അത് വന്നിട്ട് നമ്മൾ റിക്കവർ ചെയ്യാനായിട്ട് ഒരു ആക്ഷൻസ് എടുക്കുന്നതാണ് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് വേരിയൻസ്. അത് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് ഒരു കാര്യം വന്നിട്ട് നമ്മൾ അതിന് സോൾവ് ചെയ്യുന്നതാണ് ഇൻവെസ്റ്റിഗേഷൻ വേരിയൻസ് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ടെക്നിക്സ് ആണ്. ഒന്ന് വന്നിട്ട് സിമ്പിൾ റൂൾ ഓഫ് തംബ് മോഡൽ എന്ന് പറയുന്നത്, അതായത് കമ്പനീസിൽ വന്നിട്ട് സിമ്പിൾ മോഡൽ ബേസിസിൽ വന്നിട്ട് നമ്മൾ ഓരോ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് അതിന്റെ ബേസിസിൽ വന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡും പ്രീ ഡിറ്റർമൈൻഡ് പെർസെന്റേജ് സെറ്റ് ചെയ്തിട്ട് എടുക്കുന്നതാണ് നമ്മുടെ സിമ്പിൾ റൂൾ ഓഫ് തംബ്. പിന്നെ ട്രെൻഡ് അനാലിസിസ് എന്ന് പറയുന്നത് നമ്മളുടെ ട്രെൻഡിന്റെ ബേസിസിൽ വന്നിട്ട് നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് ഓരോ കറന്റ് സർക്കിൻസ്റ്റൻസിന്റെ ബേസിസിൽ എടുക്കുന്നതാണ് നമ്മുടെ ട്രെൻഡ്, ഇപ്പോഴത്തെ ട്രെൻഡിന്റെ ബേസിസിൽ എടുക്കുന്നതാണ്. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ കൺട്രോൾ ചാർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ കൺട്രോൾ ചാർട്ട് വന്നിട്ട് മോണിറ്റർ ചെയ്തിട്ട് പാസ്റ്റ് ഒബ്സർവേഷൻസിനെ അറിഞ്ഞിട്ട് അതിനെ കൺട്രോൾ ചെയ്യാനും ഇപ്പോൾ ഉള്ളതിന് വന്നിട്ട് നമ്മൾ അതിൻ്റെതായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലൂടെ കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ കോസ്റ്റ് കൺട്രോൾ. പിന്നെ ഡിസിഷൻ ട്രീ അനാലിസിസ് എന്നുള്ളത് നമുക്കറിയാലോ, കറക്റ്റീവ് ആക്ഷൻസും നോൺ കറക്റ്റീവ് ആക്ഷൻസും ഉണ്ടാകും. അതിൻ്റെ കൂടെ നമ്മൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള മെഷർ നമ്മൾ എടുക്കുന്നതാണ്. സിമ്പിൾ ഫോം ഓഫ് ഡിസിഷൻ ട്രീയിലൂടെ നമുക്ക് എടുക്കുന്നതാണ്. പിന്നെ ഗെയിം തിയറി എന്ന് പറയുന്നത് നമ്മളുടെ ടെക്നിക്സ് വന്നിട്ട് അണ്ടർ കൺട്രോൾ ചെയ്തിട്ട് വേരിയൻസ് അനാലിസിസിലൂടെ ഇൻ കൺട്രോൾ ഔട്ട് കൺട്രോൾ അതിലൂടെ നമ്മൾ എടുക്കുന്നതാണ് നമ്മളുടെ ഗെയിം തിയറി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഇതിൽ വരുന്ന തിയറി. ദെൻ ഇത് കഴിഞ്ഞിട്ട് വരുന്നത് നമ്മളുടെ കോസ്റ്റ് വേരിയൻസിന്റെയും സെയിൽസ് വേരിയൻസിന്റെയും പ്രോബ്ലം ആണ്. സോ നെക്സ്റ്റ് വരുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോസ്റ്റ് വേരിയൻസും സെയിൽസ് വേരിയൻസും 2 അപ്പൊ അതിൽ നമ്മൾ ആദ്യം സെയിൽസ് വേരിയൻസ് എന്താണെന്ന് നോക്കാം, അത് കഴിഞ്ഞിട്ട് കോസ്റ്റ് വേരിയൻസ് നോക്കാം. സോ സെയിൽസ് വേരിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ അതായത് പ്രോഫിറ്റിൽ വന്നിട്ട് ഫേവറബിൾ ആയിട്ടും അൺഫേവറബിൾ ആയിട്ടും എഫക്ട് ചെയ്യുന്നതാണ് നമ്മുടെ പ്രോഫിറ്റ് നമ്മളുടെ കമ്പനിത്തെ സെയിൽസ് വേരിയൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ബഡ്ജറ്റഡ് പ്രോഫിറ്റ് എഫക്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ബഡ്ജറ്റഡ് പ്രോഫിറ്റ് പറയുന്നത് ഇൻക്രീസ് ആയാലും ഡിക്രീസ് ചെയ്താലും അതിന്റെ ആക്ച്വൽ സെയിൽസിൽ വന്നിട്ട് അത് എഫക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ വന്നിട്ട് ബഡ്ജറ്ററി കൺട്രോളിൽ വന്നിട്ട് മെനി കംപ്ലൈൻസ് വന്നിട്ട് വരാൻ ചാൻസ് ഉണ്ട്. കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സെയിൽസ് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനായിട്ട് ഒരു കോസ്റ്റ് വേരിയൻസ് തമ്മിലുള്ള ഡിഫറൻസ് വരാറുണ്ട്. ഇതിൽ വന്നിട്ട് 2 ടേൺ ഓവറും പ്രോഫിറ്റും. അതിന്റെ ടേൺ ഓവറിന്റെ ബേസിസിൽ എന്ന് പറയുമ്പോൾ നമുക്ക് സെയിൽസ് പ്രൈസും സെയിൽസ് വോല്യൂം ആണ്. സെയിൽസ് വോല്യൂമിൽ വന്നിട്ട് ക്വാണ്ടിറ്റിയും സെയിൽസ് മിക്സും ആണ്. അതിൽ സെയിൽസ് വാല്യൂ വേരിയൻസ് എന്ന് പറയുന്നത് സെയിൽസ് വാല്യൂ വേരിയൻസ് ഇസ് ഈക്വൽ ടു ആക്ച്വൽ സെയിൽസ് തന്നിട്ടുണ്ടാകും, ബഡ്ജറ്റഡ് സെയിൽസ് തന്നിട്ടുണ്ടാകും, രണ്ടും മൈനസ് ചെയ്യുക, അതാണ് സെയിൽസ് വാല്യൂ വേരിയൻസ്. പിന്നെ സെയിൽസ് പ്രൈസ് വേരിയൻസ് എന്ന് പറയുന്നത് ആക്ച്വൽ സെയിൽസും സ്റ്റാൻഡേർഡ് സെയിൽസും മൈനസ് ചെയ്യുക, അല്ലെങ്കിൽ ആക്ച്വൽ ക്വാണ്ടിറ്റി സോൾഡ് ചെയ്തതിന്റെ കൂടെ ആക്ച്വൽ സെയിൽസും സ്റ്റാൻഡേർഡ് പ്രൈസും നമ്മൾ മൈനസ് ചെയ്തിട്ട് അത് ഇൻറ്റു ചെയ്യുക. ദെൻ
നെക്സ്റ്റ് വരുന്നത് സെയിൽസ് വോള്യൂം വേരിയൻസ് ആണ്. സെയിൽസ് വോള്യൂം വേരിയൻസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് പ്രൈസിന്റെ കൂടെ ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് സെയിൽസും സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഓഫ് സെയിൽസും മൈനസ് ചെയ്തിട്ട് അത് ഇൻറ്റു ചെയ്യുക. ദെൻ നെക്സ്റ്റ് സെയിൽസ് ക്വാണ്ടിറ്റി വേരിയൻസ് ആണ്. സെയിൽസ് ക്വാണ്ടിറ്റി വേരിയൻസ് എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് പ്രൈസിന്റെ കൂടെ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് സെയിൽസ് ക്വാണ്ടിറ്റിയും അതിന്റെ കൂടെ സ്റ്റാൻഡേർഡ് സെയിൽസ് ക്വാണ്ടിറ്റിയും മൈനസ് ചെയ്തിട്ട് അത് ഇൻറ്റു ചെയ്യുക. ദെൻ സെയിൽസ് മിക്സ് വേരിയൻസ് ആണ്. സെയിൽസ് മിക്സ് വേരിയൻസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് വാല്യൂ ഓഫ് ആക്ച്വൽ മിക്സ് മൈനസ് സ്റ്റാൻഡേർഡ് വാല്യൂ ഓഫ് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് മിക്സ് രണ്ടും കൂടി മൈനസ് ചെയ്യുക. അതിൽ സ്റ്റാൻഡേർഡ് വാല്യൂ ഓഫ് ആക്ച്വൽ ഓഫ് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് മിക്സ് എന്ന് പറയുന്നത് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ആക്ച്വൽ സെയിൽസ് മിക്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് സെയിൽസ് മിക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്നുള്ളതാണ് അത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല. അപ്പൊ ഇത്രയാണ് നമ്മളുടെ സെയിൽസ് വേരിയൻസിൽ വരുന്നത്. സോ ഇതിലൊരു പ്രോബ്ലം പറയുന്നുണ്ട്. ഈ ഫോർമുലാന്റെ ബേസിസിലാണ്. ഈ ഫോർമുല നമ്മൾക്കറിഞ്ഞാൽ നമ്മൾക്കത് അപ്ലൈ ചെയ്യേണ്ടതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾക്ക് നോക്കാം. അപ്പൊ സെയിൽസ് വേരിയൻസിന്റെ പ്രോബ്ലം സിമ്പിൾ ആണ്. മറ്റുള്ളതൊക്കെയാണ് നമുക്ക് ഒന്നും മനസ്സിലാവത്തുള്ളൂ. ഇതെന്ന് പറയുന്നത് സിമ്പിൾ ആണ്. അപ്പൊ ഇതിലൊരു പ്രോബ്ലം പറയുന്നുണ്ട്. ഇതിൽ നമുക്ക് സെയിൽസ് ക്വാണ്ടിറ്റി വേരിയൻസ്, സെയിൽസ് മിക്സ് വേരിയൻസ്, സെയിൽസ് പ്രൈസ് വേരിയൻസ്, ദെൻ ടോട്ടൽ സെയിൽസ് വേരിയൻസ് ആണ് നമുക്കിതിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് വരുന്നത്. XYZ എന്നുള്ള 3 പ്രൊഡക്റ്റ് ആണ് നമ്മൾക്ക് തന്നിട്ടുള്ളത്. സോ അത് വന്നിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാൻ ഇത് വന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് സ്ക്രീനിൽ കാണിക്കാം. നിങ്ങൾ ചെയ്ത് നോക്കുക. ജസ്റ്റ് നമുക്ക് ഫോർമുല മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഇതിൽ ഓരോന്നിന്റെയും നമ്മൾ തനിച്ചാണ് കണ്ടുപിടിക്കേണ്ടത്. നെക്സ്റ്റ് വരുന്നതാണ് കോസ്റ്റ് വേരിയൻസ്. കോസ്റ്റ് വേരിയൻസിൽ ആദ്യം വരുന്നതാണ് മെറ്റീരിയൽ വേരിയൻസ്. സോ മെറ്റീരിയൽ വേരിയൻസ് നമ്മൾ ആദ്യം പഠിക്കാൻ പോണത് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ആണ്. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് വരുന്ന ഫോർമുലയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ മൈനസ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. അതിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കണ്ടുപിടിക്കാനായിട്ട് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും സ്റ്റാൻഡേർഡ് പ്രൈസ് ഓഫ് യൂണിറ്റും ഇൻറ്റു ചെയ്യുക. ദെൻ ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കണ്ടുപിടിക്കാനായിട്ട് ആക്ച്വൽ ക്വാണ്ടിറ്റിയും ആക്ച്വൽ പ്രൈസും കൂടി ഇൻഡ്യൂ ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കിട്ടി, ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കിട്ടി. എന്നിട്ട് രണ്ടും കൂടി മൈനസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വരുന്നത് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ആണ്. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് കണ്ടുപിടിക്കാനായിട്ട് ആക്ച്വൽ ക്വാണ്ടിറ്റിന്റെ കൂടെ സ്റ്റാൻഡേർഡ് പ്രൈസും ആക്ച്വൽ പ്രൈസും മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് കിട്ടും. ദെൻ മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് ആണ്. മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് കണ്ടുപിടിക്കാനായിട്ട് സ്റ്റാൻഡേർഡ് പ്രൈസിന്റെ കൂടെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും ആക്ച്വൽ ക്വാണ്ടിറ്റിയും മൈനസ് ചെയ്തിട്ട് ഇൻഡ്യൂ ചെയ്യുക. അപ്പൊ ഇത്രയാണ് നമ്മൾക്ക് ഇതിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ മെറ്റീരിയൽ മിക്സ് വേരിയൻസ് ആണ്. മെറ്റീരിയൽ മിക്സ് വേരിയൻസ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് രണ്ടെണ്ണമാണ് വരുന്നത്. ഒന്ന് വന്നിട്ട് വെൻ ദ ആക്ച്വൽ വെയിറ്റ് ഓഫ് മിക്സ് ആൻഡ് സ്റ്റാൻഡേർഡ് വെയിറ്റ് ഓഫ് മിക്സ് ഡു നോട്ട് ഡിഫർ, രണ്ടും ഡിഫറെന്റ് അല്ല എന്നുള്ള കേസിൽ വരുന്നതാണ്. സ്റ്റാൻഡേർഡ് പ്രൈസിന്റെ കൂടെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും ആക്ച്വൽ ക്വാണ്ടിറ്റിയും മൈനസ് ചെയ്തിട്ട് ഇൻഡ്യൂ ചെയ്യുക. ദെൻ നെക്സ്റ്റ് കേസ് വന്നിട്ട് വെൻ ദ ആക്ച്വൽ വെയിറ്റ് ഓഫ് മിക്സ് ആൻഡ് ദ സ്റ്റാൻഡേർഡ് വെയിറ്റ് ഓഫ് മിക്സ് ഡിഫർ ആണെങ്കിൽ നമുക്ക് വരുന്ന ഫോർമുലയാണ് ടോട്ടൽ വെയിറ്റ് ഓഫ് ആക്ച്വൽ മിക്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയിറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് മിക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് മിക്സ് ദെൻ മൈനസ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ആക്ച്വൽ മിക്സ് എന്നുള്ളതാണ് നമ്മളുടെ സെക്കൻഡ് കേസിൽ വരുന്ന ഫോർമുല എന്ന് പറയുന്നത്. സോ ഇതിൽ നമുക്ക് കുറെ പ്രോബ്ലംസ് പറയുന്നുണ്ട്. ഇതിൽ ഓരോ പ്രോബ്ലമും ഓരോ കേസസിലാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഒന്ന് ചെയ്താൽ ബാലൻസ് ഒന്ന് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു തന്നാലും നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോഴേ അറിയുള്ളൂ. സോ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാത്തത്. ബിക്കോസ് നമ്മുടെ എക്സാമ്പിളിൽ വന്നിട്ട് ഒരു കേസാണ്, ഇല്ലുസ്ട്രേഷൻസിൽ വന്നിട്ട് വേറെ കേസാണ്. സോ അതുകൊണ്ടാണ് പ്രോബ്ലംസ് ഒന്നും ഞാൻ ഡിസ്കസ് ചെയ്യാത്തത്. ജസ്റ്റ് ഫോർമുലാസ് മാത്രം പറഞ്ഞു പോണത്. നിങ്ങൾ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ഫോർമുലാസ് വന്നിട്ട് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾക്കിത് ചെയ്യാൻ കിട്ടില്ല. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. സോ റിവൈസ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇതിന് മുന്നിൽ യൂസ് ചെയ്ത ഫോർമുലാസിൽ ചെയ്യേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ നമ്മൾ ഇതിന് മുന്നിൽ സെയിൽസിന് പറഞ്ഞ സമയത്ത് ഒരു റിവൈസ്ഡ് ക്വാണ്ടിറ്റി നമ്മൾ കണ്ടില്ലേ, ആ റിവൈസ്ഡ് ക്വാണ്ടിറ്റി യൂസ് ചെയ്യാനായിട്ടുള്ള ഫോർമുലയാണ് ഇത്. സോ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിന്റെ കൂടെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു ടോട്ടൽ വെയിറ്റ് ഓഫ് ആക്ച്വൽ മിക്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയിറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് മിക്സ് കൂടി ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്ക് റിവൈസ്ഡ് ക്വാണ്ടിറ്റി കിട്ടുന്നത്. ദെൻ നമ്മളുടെ
മെറ്റീരിയൽ മിക്സ് വേരിയൻസ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മെറ്റീരിയൽ മിക്സ് വേരിയൻസ് ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് പ്രൈസ് ഇൻറ്റു റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഇത് കിട്ടും. ദെൻ നെക്സ്റ്റ് നമ്മുടെ മെറ്റീരിയൽ സബ് യൂസേജ് വേരിയൻസ് ആണ്. മെറ്റീരിയൽ സബ് യൂസേജ് വേരിയൻസ് കണ്ടുപിടിക്കാനായിട്ട് സ്റ്റാൻഡേർഡ് പ്രൈസ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്, മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് ഉണ്ട്. അതിൽ മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് ആണെങ്കിൽ നമ്മളുടെ മെറ്റീരിയൽ മിക്സ് വേരിയൻസിന്റെ കൂടെ മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് പ്ലസ് ചെയ്യുക, അല്ലെങ്കിൽ മെറ്റീരിയൽ മിക്സ് വേരിയൻസിന്റെ കൂടെ മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് പ്ലസ് ചെയ്യുക. ദെൻ മെറ്റീരിയൽ ഈൽഡ് വേരിയൻസിന് നമുക്ക് രണ്ട് കേസ് വരുന്നുണ്ട്. ഒന്ന് വന്നിട്ട് വെൻ ദ ടോട്ടൽ വെയിറ്റ് ഓഫ് ആക്ച്വൽ മിക്സ് ആൻഡ് ദ ടോട്ടൽ വെയിറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് മിക്സ് ഡിഫർ ആണെങ്കിൽ മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് റേറ്റ് ഇൻറ്റു ആക്ച്വൽ ഈൽഡ് മൈനസ് സ്റ്റാൻഡേർഡ് ഈൽഡ് ആണ്. അതിൽ സ്റ്റാൻഡേർഡ് റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് മിക്സ് ഡിവൈഡഡ് ബൈ നെറ്റ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഓർ സ്റ്റാൻഡേർഡ് ഈൽഡ് ചെയ്യുക. അതിൽ നെറ്റ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഓർ സ്റ്റാൻഡേർഡ് ഈൽഡ് കണ്ടുപിടിക്കാനായിട്ട് ഗ്രോസ് ഔട്ട്പുട്ടിൽ നിന്ന് സ്റ്റാൻഡേർഡ് ലോസ് മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും. ദെൻ നെക്സ്റ്റ് കേസ് വന്നിട്ട് വെൻ ദ ടോട്ടൽ വെയിറ്റ് ഓഫ് ആക്ച്വൽ മിക്സ് ആൻഡ് ദ ടോട്ടൽ വെയിറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് മിക്സ് ഡിഫർ ആണെങ്കിൽ നമുക്ക് മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് കണ്ടുപിടിക്കാനായിട്ട് സ്റ്റാൻഡേർഡ് റേറ്റിന്റെ കൂടെ ആക്ച്വൽ ഈൽഡ് മൈനസ് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ഈൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്കത് കിട്ടും. ദെൻ സ്റ്റാൻഡേർഡ് റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് മിക്സ് ഡിവൈഡഡ് ബൈ നെറ്റ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ റിവേഴ്സ്ഡ് സ്റ്റാൻഡേർഡ് ഈൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മെറ്റീരിയൽ ഈൽഡ് വേരിയൻസിൽ സ്റ്റാൻഡേർഡ് റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് കിട്ടും. ഇതാണ് നമ്മുടെ മെറ്റീരിയലിൽ വരുന്ന കേസസ്. അപ്പോൾ നമ്മൾക്ക് മെറ്റീരിയലിൽ വന്നിട്ട് ഇത്ര കേസസ് വരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് നമ്മളുടെ ലേബർ വേരിയൻസ് എന്ന് പറയുന്നത്. ആദ്യം വരുന്നത് ലേബർ കോസ്റ്റ് വേരിയൻസ് ആണ്. ലേബർ കോസ്റ്റ് വേരിയൻസിൽ വന്നിട്ട് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ലേബർ മൈനസ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് ലേബർ ചെയ്യുക. ദെൻ ലേബർ റേറ്റ് വേരിയൻസ് കണ്ടുപിടിക്കാനായിട്ട് ആക്ച്വൽ ടൈമിന്റെ കൂടെ സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ് ചെയ്യുക. ഇതിൽ വന്നിട്ട് നമ്മുടെ ആക്ച്വൽ ടൈം ആണ്. ദെൻ ലേബർ എഫിഷ്യൻസി വേരിയൻസ് കണ്ടുപിടിക്കാനായിട്ട് സ്റ്റാൻഡേർഡ് റേറ്റിന്റെ കൂടെ സ്റ്റാൻഡേർഡ് ടൈമും ആക്ച്വൽ ടൈമും മൈനസ് ചെയ്തിട്ട് ഇൻഡ്യൂ ചെയ്യുക. ദെൻ ഐറ്റൽ ടൈം കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഐറ്റൽ ടൈമിന് വന്നിട്ട് അബ്നോർമൽ ഐറ്റൽ ടൈമിന്റെ കൂടെ സ്റ്റാൻഡേർഡ് റേറ്റ് ഇൻഡ്യൂ ചെയ്യുക. ദെൻ നെക്സ്റ്റ് വന്നിട്ട് നമ്മളുടെ ലേബർ മിക്സ് വേരിയൻസ് ആണ്. ലേബർ മിക്സ് വേരിയൻസ് കണ്ടുപിടിക്കും. ഇവിടെ 3 കേസ് ഉണ്ട്. ഒന്ന് വന്നിട്ട് where there is no change in the standard composition of labor and the total time spent to the equal to the standard time ആണെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് കോമ്പോസിഷൻ മൈനസ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ആക്ച്വൽ കോമ്പോസിഷൻ ചെയ്യുക. when there is the changes in the labor composition due to shortage of one grade of labor but there is no change in the total standard time and total actual time ആണെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് കോമ്പോസിഷൻ മൈനസ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ആക്ച്വൽ കോമ്പോസിഷൻ ചെയ്യുക. ദെൻ ഇതിന്റെ തേർഡ് കേസ് എന്ന് പറയുന്നത് വെൻ ടോട്ടൽ ആക്ച്വൽ ടൈം ഓഫ് ലേബർ ഡിഫർ ഫ്രം ടോട്ടൽ സ്റ്റാൻഡേർഡ് ടൈം ഓഫ് ലേബർ ആണെങ്കിൽ ടോട്ടൽ ടൈം ഓഫ് ആക്ച്വൽ കോമ്പോസിഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ഓഫ് സ്റ്റാൻഡേർഡ് കോമ്പോസിഷൻ ഇൻറ്റു സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് കോമ്പോസിഷൻ മൈനസ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ആക്ച്വൽ കോമ്പോസിഷൻ ചെയ്യുക. അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റേറ്റിന്റെ കൂടെ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ടൈമും ആക്ച്വൽ ടൈമും ഇൻറ്റു ചെയ്യുക. റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ടൈം കണ്ടുപിടിക്കാനായിട്ട് സ്റ്റാൻഡേർഡ് ടൈമിന്റെ കൂടെ ഇൻറ്റു ടോട്ടൽ ടൈം ഓഫ് ആക്ച്വൽ വർക്കേഴ്സും ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ഓഫ് സ്റ്റാൻഡേർഡ് വർക്കേഴ്സും ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് കിട്ടും. ദെൻ ഇത്രയാണ് നമ്മളുടെ ലേബറിൽ വരുന്നത്. ഈ ചാപ്റ്റേഴ്സും ഈ ഫോർമുല വന്നിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക, ഇല്ലെങ്കിൽ അത് മാറിപ്പോകും. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മാറ്റി എഴുതും. സ്റ്റാൻഡേർഡ് ഏതാണ് ആക്ച്വൽ ഏതാണെന്ന് നമ്മൾക്ക് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. ലാസ്റ്റ് എക്സാമിന് പഠിക്കാൻ വെക്കരുത്, വെച്ചാൽ കിട്ടില്ല. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഓവർ ഹെഡ് കോസ്റ്റ് വേരിയൻസ്. അതിൻ്റെ മുന്നിൽ നമ്മൾക്കൊന്നുണ്ട് ലേബർ ഈൽഡ് വേരിയൻസ്. ഓക്കെ, ലേബർ ഈൽഡ് വേരിയൻസ് എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ലേബർ കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ കൂടെ ഇൻറ്റു ആക്ച്വൽ ഈൽഡ് മൈനസ് സ്റ്റാൻഡേർഡ് ഈൽഡ് ചെയ്യുക. അപ്പോൾ നമ്മൾക്കത് കിട്ടും. ഓക്കെ, ദെൻ ഇതിൽ ഓറൊക്കെ പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, ഇത് മതി. ദെൻ ഓവർ ഹെഡ് കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, ഓവർ ഹെഡ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഫിക്സഡ് ആൻഡ് വേരിയബിൾ ആയിട്ട് വരും. സോ ഫിക്സഡ് ഓവർ ഹെഡും വരുന്നുണ്ട്, ഇതിൽ വേരിയബിൾ ഓവർ ഹെഡും വരുന്നുണ്ട്. സോ ആദ്യം വന്നിട്ട് നമ്മുടെ വേരിയബിൾ ഓവർ ഹെഡ് ആണ്. വേരിയബിൾ ഓവർ ഹെഡ് കണ്ടുപിടിക്കാനായിട്ട് സ്റ്റാൻഡേർഡ് ഹവർ ഓഫ് ആക്ച്വൽ ഔട്ട്പുട്ട് ഇൻറ്റു സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർ ഹെഡ് റേറ്റ് പെർ അവർ മൈനസ് ആക്ച്വൽ വേരിയബിൾ ഓവർ ഹെഡ് ചെയ്യുക. അതിൽ സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർ ഹെഡ് റേറ്റ് പെർ അവർ കണ്ടുപിടിക്കാനായിട്ട് സ്റ്റാൻഡേർഡ് ഓർ ബഡ്ജറ്റഡ് വേരിയബിൾ ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് അവർ ചെയ്യുക.
ദെൻ വെൻ ഓവർ ഹെഡ് റേറ്റ് പെർ യൂണിറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ വേരിയബിൾ ഓവർ ഹെഡ് കോസ്റ്റ് വേരിയൻസിൻ്റെ കൂടെ കണ്ടുപിടിക്കാനായിട്ട് ആക്ച്വൽ ഔട്ട്പുട്ട് ഇൻറ്റു സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർ ഹെഡ് റേറ്റ് പെർ യൂണിറ്റ് മൈനസ് ആക്ച്വൽ വേരിയബിൾ ഓവർ ഹെഡ് ചെയ്യുക. ഇതാണ് നമ്മുടെ വേരിയബിൾ ഓവർ ഹെഡിലെ റേറ്റ് പെർ അവർ ആണ് ഇങ്ങനെ. ഓക്കെ, ദെൻ നമ്മളുടെ വേരിയബിൾ ഓവർ ഹെഡിന് എഫിഷ്യൻസി വേരിയൻസ് ആണെങ്കിൽ ഇതിൽ നമ്മൾക്ക് ഒരു പ്രത്യേകത എന്താണെന്നാ, ഇതിൽ നമുക്ക് ടൈമും വരുന്നുണ്ട് യൂണിറ്റും വരുന്നുണ്ട്. അതാണ് ഇതിൽ ഒന്ന്. ഓക്കെ, അപ്പോൾ ഇതിൽ വന്നിട്ട് നമുക്ക് റേറ്റ് പെർ അവർ ആണെങ്കിൽ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യും? വേരിയബിൾ ഓവർ ഹെഡ് എഫിഷ്യൻസി വേരിയൻസ് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർ ഹെഡ് റേറ്റ് പെർ അവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് അവർ ഓഫ് ആക്ച്വൽ പ്രൊഡക്ഷൻ മൈനസ് ആക്ച്വൽ അവർ ആണ്. ദെൻ നമ്മൾ വന്നിട്ട് അതിൽ പെർ യൂണിറ്റ് ആയി എടുക്കണമെങ്കിൽ സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർ ഹെഡ് റേറ്റ് പെർ യൂണിറ്റ് ഇൻറ്റു ആക്ച്വൽ ഔട്ട്പുട്ട് മൈനസ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഫോർ ആക്ച്വൽ അവർ ആണ് നമ്മളിവിടെ എടുക്കേണ്ടത്. ദെൻ നമ്മളുടെ വേരിയബിൾ ഓവർ ഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസ് എങ്ങനെയാണ് ചെയ്യുക? ഹവറിലാണ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആക്ച്വൽ അവറിൻ്റെ കൂടെ സ്റ്റാൻഡേർഡ് റേറ്റ് പെർ അവർ മൈനസ് ആക്ച്വൽ റേറ്റ് പെർ അവർ ചെയ്യുക. അതേ നമ്മൾ പെർ യൂണിറ്റിലാണ് എടുക്കണമെങ്കിൽ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഫോർ ആക്ച്വൽ അവറിൻ്റെ കൂടെ സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർ ഹെഡ് റേറ്റ് പെർ യൂണിറ്റ് മൈനസ് ആക്ച്വൽ ഓവർ ഹെഡ് ചെയ്യുക. ദെൻ നമ്മളുടെ ഫിക്സഡ് ആണ്, വേരിയബിൾ കഴിഞ്ഞു, ഇനി ഫിക്സഡ് ആണ്. ഫിക്സഡിൽ വന്നിട്ട് റേറ്റ് പെർ യൂണിറ്റ് ആണെങ്കിൽ ഫിക്സഡ് ഓവർ ഹെഡ് കോസ്റ്റ് വേരിയൻസ് വന്നിട്ട് ആക്ച്വൽ ഔട്ട്പുട്ട് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഫിക്സഡ് ഓവർ ഹെഡ് റേറ്റ് പെർ യൂണിറ്റ്, അതിൻ്റെ കൂടെ ആക്ച്വൽ ഫിക്സഡ് ഓവർ ഹെഡ് മൈനസ് ചെയ്യുക. പിന്നെ വന്നിട്ട് ഫിക്സഡ് ഓവർ ഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസിൽ വന്നിട്ട് നമ്മൾ ബഡ്ജറ്റഡ് ഫിക്സഡ് ഓവർ ഹെഡും ആക്ച്വൽ ഫിക്സഡ് ഓവർ ഹെഡ് മൈനസ് ചെയ്ത് കൊടുക്കുക. പിന്നെ വന്നിട്ട് ഫിക്സഡ് ഓവർ ഹെഡ് വോള്യൂം വേരിയൻസ് ആണെങ്കിൽ അത് പെർ യൂണിറ്റ് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഓവർ ഹെഡ് റേറ്റ് പെർ യൂണിറ്റിൻ്റെ കൂടെ ഇൻറ്റു ആക്ച്വൽ പ്രൊഡക്ഷൻ മൈനസ് ബഡ്ജറ്റഡ് പ്രൊഡക്ഷൻ ചെയ്യുക. റേറ്റ് പെർ അവർ ആണെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഓവർ ഹെഡ് റേറ്റ് പെർ അവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് അവർ ഫോർ ആക്ച്വൽ പ്രൊഡക്ഷൻ മൈനസ് ബഡ്ജറ്റഡ് അവർ ചെയ്യുക. ദെൻ നമ്മളുടെ കപ്പാസിറ്റി വേരിയൻസ് ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, കപ്പാസിറ്റി വേരിയൻസിൽ വന്നിട്ട് പെർ അവർ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഫിക്സഡ് ഓവർ ഹെഡ് റേറ്റ് പെർ അവറിൻ്റെ കൂടെ ആക്ച്വൽ അവർ മൈനസ് ബഡ്ജറ്റഡ് അവർ ചെയ്യുക. റേറ്റ് പെർ യൂണിറ്റ് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഓവർ ഹെഡ് റേറ്റ് പെർ യൂണിറ്റിൻ്റെ കൂടെ റിവൈസഡ് ബഡ്ജറ്റഡ് യൂണിറ്റ്സ് മൈനസ് ബഡ്ജറ്റഡ് യൂണിറ്റ്സ് ചെയ്ത് കൊടുക്കുക. ദെൻ എഫിഷ്യൻസി വേരിയൻസ് ആണ്. എഫിഷ്യൻസി വേരിയൻസിൽ വന്നിട്ട് പെർ അവർ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് റേറ്റ് പെർ അവറിൻ്റെ കൂടെ സ്റ്റാൻഡേർഡ് അവർ ഫോർ ആക്ച്വൽ പ്രൊഡക്ഷൻ മൈനസ് ആക്ച്വൽ അവർ ചെയ്യുക. അതിൽ സ്റ്റാൻഡേർഡ് അവർ ഫോർ ആക്ച്വൽ പ്രൊഡക്ഷന് വന്നിട്ട് ആക്ച്വൽ ഔട്ട്പുട്ടിൻ്റെ കൂടെ ബഡ്ജറ്റഡ് അവറും ബഡ്ജറ്റഡ് ഔട്ട്പുട്ടും ഇൻറ്റു ചെയ്ത് കൊടുക്കുക. പിന്നെ വന്നിട്ട് പെർ യൂണിറ്റ് ആണെങ്കിൽ എന്താ ചെയ്യുക? സ്റ്റാൻഡേർഡ് റേറ്റ് ഓഫ് പെർ യൂണിറ്റിൻ്റെ കൂടെ നമ്മൾ ആക്ച്വൽ പ്രൊഡക്ഷനും മൈനസ് റിവൈസ്ഡ് ബഡ്ജറ്റഡ് യൂണിറ്റ്സ് ചെയ്യുക. ഇതാണ് നമ്മുടെ എഫിഷ്യൻസി. ദെൻ നമ്മുടെ കാലണ്ടർ വേരിയൻസ് ആണ്. കാലണ്ടർ വേരിയൻസിൽ വന്നിട്ട് നമ്മൾക്ക് കാലണ്ടർ വേരിയൻസിൽ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഡ്യൂ ടു മോർ ഓർ ലെസ് വർക്കിംഗ് ഡേയ്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഫിക്സഡ് ഓവർ ഹെഡ് റേറ്റ് പെർ യൂണിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് കാലണ്ടർ വേരിയൻസ് കിട്ടും. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ വരുന്നത്. ഇതിൽ വന്നിട്ട് നമ്മളുടെ മെറ്റീരിയൽ, ഓവർ ഹെഡ്, ലേബർ എന്നുള്ള 3 കേസ് ഉണ്ട്. 3 കേസിലും 3 തരത്തിലുള്ള പ്രോബ്ലംസ് ആണ്, 3 തരത്തിലുള്ള ഫോർമുലാസ് ആണ്. ആകെ സ്റ്റാൻഡേർഡും ഉണ്ട് ആക്ച്വലും ഉണ്ട്. അത് മാത്രമേ നമ്മൾക്ക് അറിയത്തുള്ളൂ. പിന്നെ മറ്റുള്ളതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. സോ അത് ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, പിന്നെ വന്നിട്ട് സെയിൽസ് വേരിയൻസ് ആണ്. സെയിൽസ് വേരിയൻസ് ഇതിൽ വെച്ച് നോക്കുമ്പോൾ സെയിൽസ് വേരിയൻസ് നമ്മൾക്ക് എളുപ്പമായിട്ടുണ്ടാകും. സോ ഇതോടെ നമ്മളുടെ അഡ്വാൻസ്ഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റ് വന്നിട്ട് നമ്മൾക്ക് കഴിഞ്ഞു. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.